ഇന്നത്തെ കൗൺസിലിനകത്ത് അവിശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് നിങ്ങൾക്ക് തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ശബരിനാഥൻ പറഞ്ഞത് CPM-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ട്, അതാണ് ഇന്നലെ വ്യക്തമായത് എന്നുള്ളത്. ഒരു കാര്യവും നടക്കാതെ ഇവര് സുഗതനെ പോലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവര് നിലപാടുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. പ്രതിപക്ഷ അംഗങ്ങൾ ജനാധിപത്യപരമായിട്ട് സമരം ചെയ്തപ്പോൾ ആ സമരത്തെ പോലും മേയറുടെ നേതൃത്വത്തിൽ കുറെ ഗുണ്ടകൾ വന്ന് അടിച്ച് പരിക്കേൽപ്പിച്ച്, സാധാരണഗതിയിൽ കോടതിയിൽ നിന്ന് ചില വിധികൾ വന്നാൽ ആ കോടതി വിധിയെങ്കിലും മാനിക്കേണ്ടതാണ്. ഇപ്പോൾ ആ കോടതി വിധിയെ പോലും മാനിക്കാതെ ഒളിച്ച് ആളുകളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക തുടങ്ങിയിട്ടുള്ള ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ആരുമായിട്ട് ഒരു ഡീലും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളാണ് ഞങ്ങൾക്ക് വലുത്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുൻപിലാണ് നിൽക്കുന്നത്. ഇന്നാണ് കൗൺസിൽ യോഗം നടക്കുക. ഈ കൗൺസിൽ യോഗത്തിൽ അവിശ്വാസ പ്രമേയത്തിന് UDF ഒരുങ്ങുകയാണ്. LDF അതിൽ നിന്നും വിട്ടുനിന്നിരിക്കുകയാണ്. എന്തായാലും ഇവിടെ LDF കൗൺസിലർമാരുടെ സത്യാഗ്രഹ സമരം ഇന്നും തുടരുകയാണ്. ഇന്ന് 5-ാം നാൾ പിന്നിടുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം നഗരസഭയ്ക്ക് ഉള്ളിലായിരുന്നു കൗൺസിലർമാരുടെ പ്രതിഷേധം. ഇതിനിടയിലാണ് നാടകീയമായ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഇന്ന് എന്തായാലും UDF കൗൺസിലർമാർ അവിശ്വാസ പ്രമേയത്തിന് ഒരുങ്ങുകയാണ്. ഇത് പാസ്സാകാൻ എന്തായാലും സാധ്യതയില്ല, കാരണം അവർക്ക് ആവശ്യമായ ഭൂരിപക്ഷമില്ല. ഇന്നലെ മേയർ VV രാജേഷ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ശബരിനാഥൻ ആന്തൂറിയം പൂവുമായി മഴയത്ത് നിൽക്കുകയാണ്, അതേസമയം അടുക്കളയിൽ നിന്നും അരിയുണ്ടയുമായി SP ദീപക്കും നിൽക്കുന്നു എന്നതായിരുന്നു മേയർ VV രാജേഷിൻ്റെ പ്രസ്താവന. ശബരിനാഥനെ ആ മഴയത്ത് നിന്നും SP ദീപക്ക് രക്ഷിക്കണം എന്നും മേയർ VV രാജേഷ് പറഞ്ഞിരുന്നു. എന്തായാലും SP ദീപക്ക് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്തായാലും അവിശ്വാസം UDF കൊണ്ടുവരാൻ പോവുകയാണ്. LDF ഇതിൽ നിന്നും വിട്ടുനിൽക്കാൻ തന്നെയാണ് തീരുമാനം. അല്ല, അവിശ്വാസം കൊണ്ടുവരുന്നെന്ന് ആര് പറഞ്ഞു? ഇന്നത്തെ കൗൺസിലിനകത്ത് അവിശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് നിങ്ങൾക്ക് തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അവിശ്വാസം എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കൊടുക്കാനുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് 14 ദിവസം കഴിഞ്ഞിട്ട് നോട്ടീസ് വയ്ക്കും. അവിടുന്ന് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ വന്നിട്ടാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റായ ധാരണയാണ് ഇന്നിപ്പോൾ അവിശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നെന്നുള്ള ഒരു തെറ്റായ ധാരണയാണ് ഇപ്പോൾ വന്നുകൊണ്ട് ഇരിക്കുന്നത്. അവർക്ക് UDF-ന് ആ കാര്യത്തിനകത്ത് നിലപാടുണ്ടെങ്കിൽ അവർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവിശ്വാസം കൊടുക്കേണ്ടത്. ഇന്നലെ ശബരിനാഥൻ പറഞ്ഞത് CPM-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ട്, അതാണ് ഇന്നലെ വ്യക്തമായത് എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ഒരു ധാരണയുമില്ല. ഞങ്ങളിവിടെ വളരെ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇപ്പോൾ കൗൺസിലർ കൂടിയായിട്ടുള്ള കാപ്പ കേസിനകത്ത് പ്രതിയായിട്ടുള്ള സുഗതനെതിരായിട്ടുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു സമരം നടക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ കോർപ്പറേഷൻ്റെ ഒരു സ്തംഭനാവസ്ഥ, അതിനെ സംബന്ധിച്ചും ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഈ സമരത്തിൽ കൂടി കൊണ്ടുവരികയാണ്. ഒരു ജനകീയമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ഈ കൗൺസിലിനെ സംബന്ധിച്ച് ഈ നഗരസഭയ്ക്കെതിരായിട്ട് വന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇന്ന് തന്നെ നോക്കുമ്പോഴത്തേക്ക് 40 വാർഡുകളിൽ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള അതിഗൗരവമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം ഇവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ മഴയത്ത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം വെള്ളം കയറി കിടക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. പകർച്ചവ്യാധി കാരണം ഇന്നിപ്പോൾ ആശുപത്രിയുടെ നടയിൽ വൻ തിരക്ക് വരുന്ന രൂപത്തിലേക്ക്, വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യവും നടക്കാതെ ഇവർ സുഗതനെ പോലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ നിലപാടുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ജനകീയ പ്രശ്നങ്ങൾ പോലും ചർച്ച ചെയ്യാനും പരിഹരിക്കാനും വേണ്ടിയിട്ട് പറ്റാത്ത ഒരു നഗരസഭയായി മാറുകയാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പ്രതിപക്ഷ അംഗങ്ങൾ ജനാധിപത്യപരമായിട്ട് സമരം ചെയ്തപ്പോൾ ആ സമരത്തെ പോലും മേയറുടെ നേതൃത്വത്തിൽ കുറേ ഗുണ്ടകൾ വന്ന് അടിച്ച് പരിക്കേൽപ്പിച്ച് ഞങ്ങളുടെ 3 കൗൺസിലർമാർ ഇന്നും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കൗൺസിലറുടെ അവസ്ഥ നിലവിൽ വളരെ സീരിയസ് ആണ്. അവർക്ക് നല്ല ഹെഡ് ഇഞ്ചുറി വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ MRI സ്കാനിനും മറ്റും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്
ആണ് ഇപ്പോൾ അവിടെ ആശുപത്രിക്കകത്ത് രാവിലെ ഞാൻ പോകുമ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വളരെ കൂടെയുള്ള കൗൺസിലർമാരെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിച്ച് ആശുപത്രിയിൽ കിടത്തിക്കൊണ്ട് ഒരു ജനാധിപത്യ ധ്വംസനമാണ് യഥാർത്ഥത്തിൽ ഈ മേയറുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. RSS ക്രിമിനൽവൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ നഗരസഭയ്ക്കകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സാധാരണഗതിയിൽ കോടതിയിൽ നിന്ന് ചില വിധികൾ വന്നാൽ ആ കോടതി വിധിയെങ്കിലും മാനിക്കേണ്ടതാണ്. ഇപ്പോൾ ആ കോടതി വിധിയെ പോലും മാനിക്കാതെ ഒളിച്ച് ആളുകളെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക തുടങ്ങിയിട്ടുള്ള ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായിട്ട് ഞങ്ങൾ LDF മുന്നോട്ട് പോവുകയാണ്. അതിനോടൊപ്പം വളരെ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആരുമായിട്ടൊരു ഡീലും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളാണ് ഞങ്ങൾക്ക് വലുത്. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ ഈ സമരം കൊണ്ട് ഈ നഗരസഭയ്ക്കെതിരായിട്ടുള്ള ഈ സമരം കൊണ്ട് ഇടതുമുന്നണി ഉദ്ദേശിക്കുന്നത്. ഇന്നലെ മേയർ ഒരു കാര്യം പറഞ്ഞു, താങ്കളെയും ശബരിനാഥനെയും പരിഹസിച്ചുകൊണ്ട്. അതായത് ശബരിനാഥൻ ഒരു ആന്തൂറിയം പൂകൊണ്ട് മഴയത്ത് നിൽക്കുകയാണ്, താങ്കൾ അരിയുണ്ടയുമായി അടുക്കളയിൽ നിൽക്കുന്നു. അപ്പോൾ ശബരിനാഥനെയും മഴയത്ത് നിന്നും SP ദീപക് രക്ഷിക്കണമെന്നായിരുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു മേയർ കാര്യങ്ങൾ മറന്നുപോയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 24-ാം തീയതി അദ്ദേഹത്തിന് ഞാൻ അരിയുണ്ട തന്നെ വായിക്കകത്ത് വെച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എൻ്റെ കോടതി വിധി അതായിരുന്നു. ഈ പറയുന്ന ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു സിനിമയുണ്ട്, താളവട്ടം എന്ന് പറയുന്ന സിനിമ. അവിടെ സോമൻ്റെ ഒരു രംഗമുണ്ട്. ജഗദീഷ് ശ്രീകുമാറിൻ്റെ ചെള്ളക്കിട്ട് ഒരു അടി കിട്ടുമ്പോഴത്തേക്ക് ആ മര്യാദയ്ക്ക് പോകുന്ന രീതിയുണ്ട്. അതേ മര്യാദ ആണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ മേയർക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ സത്യം എന്ന് പറയുന്നത്. ഉരുളക്കുപ്പേരി എന്നുള്ള രീതിയിലുള്ളൊരു മറുപടിയാണ് SP ദീപക് നിലവിലിപ്പോൾ നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു പത്രസമ്മേളനത്തിൽ മേയർ VV രാജേഷ് പറഞ്ഞത്, ഒരു ആന്തൂറിയവുമായി മഴയത്ത് ശബരിനാഥൻ നിൽക്കുകയാണ്, അരിയുണ്ടയുമായി SP ദീപക് അടുക്കളയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ മഴയത്ത് നിൽക്കുന്ന ശബരിനാഥനെ എത്രയും പെട്ടെന്ന് SP ദീപക് രക്ഷിക്കണമെന്നായിരുന്നു പറഞ്ഞത്. അതിനുള്ള വ്യക്തമായുള്ള മറുപടിയാണ് നിലവിലിപ്പോൾ SP ദീപക് നൽകിയിരിക്കുന്നത്. അദ്ദേഹം എന്തായാലും നമ്മളോട് വ്യക്തമാക്കുന്നത്, ഈ കാപ്പ കേസിൽ പ്രതിയായ സുഗതനെ കൗൺസിലിൽ നിന്നും പുറത്താക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CPMന്റെ ശക്തമായുള്ള സമരം തുടരുക തന്നെ ചെയ്യും. എന്തായാലും ആ സമരം ഇന്ന് 5-ാം ദിവസം പിന്നിടുകയാണ്. ഇന്ന് കൗൺസിൽ യോഗവും നടക്കാൻ പോവുകയാണ്. ഈ UDF മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു അവിശ്വാസ പ്രമേയം അത് നടപ്പിലാകാൻ സാധ്യതയില്ല. സാങ്കേതികവും നിയമപരവുമായ കാരണങ്ങളും അവിശ്വാസ പ്രമേയം പരാജയപ്പെടാൻ പ്രധാന കാരണം തന്നെയാണ്. 101 അംഗങ്ങളുള്ള കോർപ്പറേഷൻ അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്ക് എടുക്കണമെങ്കിൽ 1/3, അതായത് 34 പേർ അംഗങ്ങളുടെ പിന്തുണ വേണ്ടതുണ്ട്. നിലവിൽ 20 അംഗങ്ങളുള്ള UDFനോ 29 അംഗങ്ങളുള്ള LDFനോ തനിച്ച് ഇതിന് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇരുപക്ഷവും ഒപ്പിട്ടാൽ മാത്രമേ നോട്ടീസിന് നിയമസാധുത കൈവരൂ എന്നതായിരുന്നു അവസ്ഥ. പ്രമേയം അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ പോലും അത് പാസ്സാക്കാൻ കൗൺസിലിൻ്റെ പകുതിയിലധികം അംഗങ്ങൾ, അതായത് 51 പേർ ഹാജരാകേണ്ടതുണ്ട്. നിലവിൽ പ്രതിപക്ഷത്തുള്ള LDFനും UDFനും കൂടിയുള്ളത് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 50 പേർ മാത്രമാണ്. ഭരണപക്ഷത്ത് 50 പേരുടെ പിന്തുണ BJPക്കുമുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രമേയം വന്നാൽ വോട്ടിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് BJP തീരുമാനമെങ്കിൽ ക്വാറം തികയാതെ പ്രമേയം തനിയെ റദ്ദാവുകയും ചെയ്യും. അതേസമയം പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങളെ വളരെ പോസിറ്റീവായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് മേയർ VV രാജേഷ് ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.